ഏവർക്കും ക്രിസ്തു പഴയ നിയമത്തിൽ എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട ഒരു കള്ളൻ എങ്ങനെ പർദീസയിൽ പോയി എന്നതാണ്. കാരണം രണ്ടു കള്ളന്മാരും മതനേതാക്കൾക്കൊപ്പം യേശുവിനെ പരിഹസിച്ചവരായിരുന്നു. സാധാരണയായി നാം ധരിച്ചിരിക്കുന്നതുപോലെ ഒരു കള്ളൻ മാത്രമല്ലായിരുന്നു യേശുവിനെ പരിഹസിച്ചത്. മത്തായി 27:44 വായിക്കാം. അങ്ങനെ തന്നെ അവനോട് കൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. ഈ രണ്ട് കള്ളന്മാരും യേശുവിനെ പരിഹസിച്ചെങ്കിലും ഒരുവൻ മാത്രം പർദീസയിലെത്തുന്നു. ഈ സംഭവമാണ് ഇന്ന് നാം വിശകലനം ചെയ്യുവാൻ പോകുന്നത്. രക്ഷയുടെ മാർഗമായി പുതിയ നിയമത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ക്രമമുണ്ട്. വചനം, വിശ്വാസം, മാനസാന്തരം, സ്നാനം. ഇതാണ് രക്ഷാമാർഗത്തിന്റെ ക്രമം. എന്നാൽ ക്രൂശിലെ കള്ളൻ രക്ഷയുടെ ഈ മാർഗത്തിലല്ലാതെ എങ്ങനെ രക്ഷിക്കപ്പെട്ട് പർദീസയിലെത്തി? ഇതാണ് നാം ഇന്ന് വിശകലനം ചെയ്യുവാൻ പോകുന്നത്. ദൈവം ചില സാഹചര്യങ്ങളിൽ ചില വ്യക്തികൾക്കായി പൊതുവായി മനുഷ്യർക്ക് നൽകപ്പെട്ട മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുന്നതായി കാണുവാൻ കഴിയും. ക്രൂശിലെ കള്ളനും ഈ സവിശേഷ മാർഗത്തിലൂടെയാണ് പർദീസയിലെത്തിയത്. വേദപുസ്തകത്തിലെ ഒരു വിഷയം മാത്രം എടുത്താൽ മതിയാകും എങ്ങനെ ദൈവം ചിലപ്പോൾ ചിലർക്ക് പൊതുവായ നിയമം ഒഴിവാക്കുന്നതെന്ന്. ഈ തത്വം മനസ്സിലാക്കിയാൽ കള്ളൻ രക്ഷയുടെ പൊതുവായ നിയമത്തിൽ കൂടിയല്ലാതെ എങ്ങനെ പർദീസയിൽ പോയി എന്ന് മനസ്സിലാക്കുവാൻ എളുപ്പമായിരിക്കും. എബ്രായ ലേഖനത്തിലെ 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിക്കാം. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. ഇതാണ് പൊതുവായ നിയമം. വേദപുസ്തകത്തിലെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണിത്. ഇതേ ലേഖനകർത്താവ് ഇതേ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ മറ്റൊരു വചനം നോക്കാം. എബ്രായർ 11:5. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഈ വചനപ്രകാരം ഹാനോക്ക് മരിച്ചില്ല. ഇതേ ലേഖനകർത്താവ് 2 അധ്യായം മുമ്പ് പറഞ്ഞത് ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി എന്നാണ്. എന്നാൽ ഇവിടെ ഹാനോക്ക് മരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം ഹാനോക്കിന് തന്റെ പൊതുനിയമം ബാധകമാക്കിയില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുതന്നെ മറ്റൊരു വചനമെടുക്കാം. എബ്രായർ 11:35. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയിർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. അതായത് ചിലർ 2 പ്രാവശ്യം മരിച്ചു. ഉദാഹരണത്തിന് ലാസർ മരിച്ചു, എന്നാൽ യേശു ഉയിർപ്പിച്ചു. പിന്നെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ലാസർ മരിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് ലാസറിനെ ഇസ്രായേലിൽ പോയാൽ കാണാമായിരുന്നു. യോഹന്നാൻ 11:14. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് ലാസർ മരിച്ചുപോയി. ഇനി യോഹന്നാൻ 11:43-44 വായിക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. 2 പ്രാവശ്യം മരിച്ച മറ്റൊരു വ്യക്തിയെ കൂടി നോക്കാം. ലൂക്കോസ് 7:12. അവൻ പട്ടണത്തിന്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവ ആയിരുന്നു. 14-15 വാക്യങ്ങൾ വായിക്കാം. ബാല്യക്കാരാ, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു സംസാരിപ്പാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എബ്രായ ലേഖനകർത്താവ് എഴുതിയതുപോലെ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയിർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. എബ്രായർ 11:35. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയിർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. എബ്രായ ലേഖനം എഴുതിയത് പൗലോസ് അപ്പോസ്തലനായിരുന്നുവെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എബ്രായർക്ക് പൗലോസ് എഴുതിക്കൊടുത്ത ലേഖനപ്രകാരം ഒരിക്കൽ മരണമെന്നും 2 പ്രാവശ്യം മരണമെന്നും മരിച്ചിട്ടേയില്ല എന്നുമുള്ള പൗലോസിന്റെ വാക്കുകൾ നമ്മെ ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ സംശയവും ആശയക്കുഴപ്പവും ഇവിടെ അവസാനിക്കുന്നില്ല. പൗലോസ് തെസലോനിയർക്ക് എഴുതിയ ലേഖനത്തിൽ എന്ത് പറയുന്നുവെന്ന് നോക്കാം. 1 തെസലോനിക്കർ 4:17 വായിക്കാം. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇവിടെ അവസാനത്തെ തലമുറയിലെ ക്രിസ്ത്യാനികൾ മരണം കാണാതെ ക്രിസ്തുവിനോട് ചേരുമെന്ന് പൗലോസ് വെളിപ്പെടുത്തുന്നു.
ഈ പരസ്പര വിരുദ്ധമായ വചനങ്ങൾ കൊണ്ട് പൗലോസ് എന്താണ് നമ്മെ പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്? ഇതിൽ നിന്നും നാം എന്തു മനസ്സിലാക്കുന്നു? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചില സാഹചര്യങ്ങളിൽ ചില വ്യക്തികൾക്കായി ദൈവം പൊതുവായി മനുഷ്യർക്ക് നൽകപ്പെട്ട നിയമങ്ങളെ ഒഴിവാക്കുന്നതായി കാണുവാൻ കഴിയും. അതിനുള്ള തെളിവുകളാണ് നാം ഇതുവരെ വായിച്ച വചനങ്ങൾ. ആദ്യം എന്താണ് ദൈവം വേദപുസ്തകപ്രകാരം നമുക്ക് നൽകിയ രക്ഷാമാർഗവും അതിന്റെ ക്രമവും നോക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിന്റെ 16 വായിക്കാം. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇതൊരു കൽപ്പനയാണ്. ഒരു വ്യക്തിക്കും ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുവാൻ സാധ്യമല്ല. പത്രോസ് പറഞ്ഞതെന്താണെന്ന് നോക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 2:38. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ. പൗലോസിന്റെ വാക്കുകൾ. അപ്പോസ്തലപ്രവൃത്തികൾ 22:16. ഇനി താമസിക്കുന്നതെന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനം ഏറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. ഇവിടെ പൗലോസ് യേശുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം താൻ രക്ഷ പ്രാപിച്ചതിനെ ഓർത്തെടുത്ത് സഭയിൽ പറയുന്നതാണ് ഇവിടത്തെ വിഷയം. പത്രോസ് നോഹയുടെ കാലത്തെ പ്രളയത്തെ രക്ഷയുമായി ബന്ധിപ്പിച്ച് പറയുന്നത് നോക്കാം. 1 പത്രോസ് 3:20. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. ജലപ്രളയം ഉണ്ടായപ്പോൾ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന നോഹയും കുടുംബവും രക്ഷപ്പെട്ടത് സ്നാനത്തിന്റെ ഒരു മാതൃക ആയിരുന്നുവെന്ന് പത്രോസ് വെളിപ്പെടുത്തുന്നു. ഇവിടെ നാം വായിച്ച വചനങ്ങൾ പ്രകാരമുള്ള രക്ഷാമാർഗം ക്രൂശിൽ കിടക്കുന്ന കള്ളന് അസാധ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഏത് അടിസ്ഥാനത്തിലാണ് കള്ളൻ രക്ഷിക്കപ്പെട്ടതും പർദീസയിലെത്തിയതും? നാം സാധാരണയായി ധരിച്ചിരിക്കുന്നത് ഒരു കള്ളൻ മാത്രമേ യേശുവിനെ നിന്ദിച്ചു എന്നാണ്. എന്നാൽ 2 കള്ളന്മാരും മറ്റുള്ളവരോടൊപ്പം യേശുവിനെ നിന്ദിച്ചതായി വചനം പറയുന്നു. മർക്കോസ് 15:32. നാം കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രായേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങിവരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു. അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു. എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു കള്ളൻ മാത്രം യേശുവിനെ അംഗീകരിക്കുന്നു. എന്തുകൊണ്ട്? എന്തത്ഭുതമാണ് അവിടെ നടന്നത്? ഒരിക്കലും കാണാത്ത കേൾക്കാത്ത ഒരാളിൽ എങ്ങനെ ഇത്രയും വേഗം കള്ളൻ വിശ്വാസമർപ്പിച്ചു? ഇതിന് കാരണം യേശുവിനോടൊപ്പം ക്രൂശിൽ താൻ കഷ്ടമനുഭവിക്കുമ്പോൾ യേശു ആരാണെന്നും യേശു താൻ ആരാണെന്ന് പറഞ്ഞുവെന്നും യേശു ലോകത്തിൽ എന്തു ചെയ്തുവെന്നും മതനേതാക്കളും പടയാളികളും കടന്നുപോകുന്നവരും പരിഹസിച്ചത് കള്ളൻ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. അവർ യേശുവിനെ പരിഹസിച്ചെങ്കിലും അവർ യേശുവിനെക്കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് കള്ളന് മനസ്സിലായി. അവർ യേശുവിനെ പരിഹസിച്ചു പറഞ്ഞത് എന്താണെന്നും ആ വാക്കുകൾ എങ്ങനെ കള്ളനെ സ്വാധീനിച്ചു എന്നും നോക്കാം. മത്തായി 27:42. അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങിവരട്ടെ. യേശു ഇസ്രായേലിന്റെ രാജാവ് എന്ന് അവകാശപ്പെട്ടതിനാലാണ് യേശുവിനെ ക്രൂശിലേറേണ്ടി വന്നതെന്ന് കള്ളൻ മനസ്സിലായി. അവർ പറഞ്ഞു പരിഹസിച്ചതുകൂടാതെ ക്രൂശിനു മുകളിൽ ഒരു മേലെഴുത്തും ഇങ്ങനെ എഴുതിവെച്ചു. ലൂക്കോസ് 23:38. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് ഒരു മേലെഴുത്തും അവന്റെ മീതെ ഉണ്ടായിരുന്നു. കുറ്റക്കാരെ ക്രൂശിക്കുമ്പോൾ അവരുടെ കുറ്റം നാട്ടുകാരെല്ലാം അറിയുന്നതിനു വേണ്ടി ആ കുറ്റം എഴുതിയ പലകക്കഷണം ക്രൂശിൽ തറച്ചു വയ്ക്കുമായിരുന്നു. അതിനെയാണ് മേലെഴുത്ത് എന്നു പറയുന്നത്. മത്തായി 27:42. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിവുള്ള രക്ഷകനാണ് തന്റെ ഇടതുവശത്ത് തന്നോടൊപ്പം ക്രൂശിൽ കിടക്കുന്നതെന്ന് കള്ളൻ മനസ്സിലാക്കി. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലും മേലെഴുത്തിൽ എഴുതിയ പോലെ യേശു രാജാവായി മടങ്ങിവരുമെന്നും കള്ളൻ വിശ്വസിച്ചു. ഇതിലും നല്ലൊരു രാജ്യം യേശു സ്ഥാപിക്കും എന്ന് കള്ളൻ ഗ്രഹിച്ചു. മരിച്ചവരെ ഉയിർപ്പിച്ചത് കണ്ടിട്ടും ഒരു വലിയ ജനം വിശ്വസിക്കാതിരുന്നപ്പോൾ ഇവിടെ മരിക്കുന്നവനെ കണ്ട് കള്ളൻ വിശ്വാസത്തിൽ വരുന്നു. മത്തായി 27:43. ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. യേശുവിന്റെ പിതാവ് ദൈവമാണെന്ന് കള്ളൻ ജനങ്ങളുടെ ഈ പരിഹാസത്തിനിടയിൽ നിന്നും വായിച്ചെടുത്തു.
ലൂക്കോസ് 23:34. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. തന്റെ പ്രാണൻ പോകുമ്പോഴും തന്നെ ഉപദ്രവിക്കുന്ന റോമൻ പടയാളികളോട് ക്ഷമിക്കുന്ന ഈ മനുഷ്യൻ ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് കള്ളൻ മനസ്സിലാക്കി. മാത്രമല്ല, ദൈവം യേശുവിന്റെ പിതാവാണെങ്കിൽ ദൈവം യേശുവിനെ ഉപേക്ഷിക്കില്ല എന്ന ബോധം കള്ളന്റെ ഉള്ളിൽ ഉദിക്കുന്നു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കള്ളൻ എങ്ങനെ യേശുവിൽ വിശ്വസിച്ചു? ജനങ്ങൾ യേശുവിനെ പരിഹസിക്കുന്ന വാക്കുകൾ പറഞ്ഞെങ്കിലും അവയെല്ലാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷമായിട്ടാണ് രക്ഷിക്കപ്പെട്ട കള്ളൻ കേട്ടത്. റോമർ 10:17 വായിക്കാം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. യേശുവിനെ പരിഹസിച്ചവരുടെ വാക്കുകളിൽ നിന്നും കള്ളൻ യേശു ആരാണെന്ന് മനസ്സിലാക്കി. പൗലോസ് പറഞ്ഞ പോലെ ആ കേൾവി കള്ളന് വിശ്വാസമായി പരിണമിച്ചു. തന്റെ ആവശ്യം രക്ഷകനായ ക്രിസ്തുവിനോട് പറയുന്നതിനു മുമ്പ് താൻ കേട്ട സുവിശേഷം മറ്റേ കള്ളനോട് പങ്കുവയ്ക്കുന്നതും അതിനുള്ള മറുപടിയും വായിക്കാം. ലൂക്കോസ് 23:39. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ? നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞു അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ക്രിസ്തു എന്നറിഞ്ഞിട്ടും ആ കള്ളൻ യേശുവിനെ പരിഹസിക്കുന്നു. രക്ഷയ്ക്കായി യേശുവിനെ സമീപിക്കുന്നതിനു പകരം പരിഹസിച്ച ജനങ്ങളോട് കൂടെ നിൽക്കുവാനാണ് അവൻ താൽപ്പര്യപ്പെട്ടത്. ഇന്നത്തെ സ്ഥിതിയും ഇതുതന്നെയാണ്. യേശുവിനെയും വചനത്തെയും പരിഹസിക്കുന്ന സമൂഹമാണ് നമുക്ക് ചുറ്റിലും. സുവിശേഷം കേട്ടാൽ അവർ കാതുകൾ പൊത്തുന്നു. ദൈവശബ്ദത്തേക്കാൾ കാക്കയുടെയും പല്ലിയുടെയും ശബ്ദത്തിനാണ് അവർ പ്രാധാന്യം നൽകുന്നത്. യേശു പാപരഹിതനാണെന്ന് കള്ളൻ വിശ്വസിക്കുന്നു. രക്ഷ നേടുവാൻ ആഗ്രഹിച്ച കള്ളൻ താൻ പാപിയാണെന്ന് അംഗീകരിക്കുന്നു. താൻ അനുഭവിക്കുന്നത് തനിക്ക് അർഹതപ്പെട്ട ശിക്ഷയാണെന്ന് ഏറ്റുപറയുന്നു. ഇത് പാപബോധത്തെയും പശ്ചാത്താപത്തെയും കാണിക്കുന്നു. യോഹന്നാൻ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നുവെന്ന് നോക്കാം. 1 യോഹന്നാൻ 1:9. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. പഴയ നിയമം എന്തു പറയുന്നുവെന്ന് നോക്കാം. സദൃശ്യവാക്യങ്ങൾ 28:13. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. തന്റെ ജീവൻ പോകുമ്പോഴും കള്ളൻ യേശുവിനെ ഏറ്റുപറയുന്നു. യേശുവിനു വേണ്ടി സംസാരിക്കുന്നു. തന്റെ സഹതടവുകാരനോട് താൻ കേട്ട സുവിശേഷം പങ്കുവയ്ക്കുന്നു. പൗലോസ് പറഞ്ഞ പോലെ സുവിശേഷത്തെക്കുറിച്ച് അവൻ ലജ്ജിച്ചില്ല. റോമർ 1:16. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ലജ്ജിക്കാൻ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ലജ്ജയില്ലാത്ത ഒന്നാണ് സുവിശേഷമെന്ന് പൗലോസ് പറയുന്നു. കള്ളൻ യേശുവിനോട് പറഞ്ഞ വാക്കുകൾ നോക്കാം. ലൂക്കോസ് 23:42. പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളേണമേ. പൗലോസ് എന്തു പറയുന്നുവെന്ന് നോക്കാം. റോമർ 10:9. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പൗലോസ് എഴുതിയ പോലെ കള്ളനും സ്വന്തം മധുരം കൊണ്ട് യേശുവിനെ ഏറ്റുപറയുന്നു. 2 വചനം കൂടി വായിച്ചിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. റോമർ 6:8 വചനങ്ങൾ വായിക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നു നാം അറിയുന്നു. നാം ക്രിസ്തുവിനോട് മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. കള്ളന്റെ പാപശരീരം ക്രിസ്തുവിനോട് അക്ഷരാർത്ഥത്തിലും ശാരീരികമായും ക്രൂശിക്കപ്പെട്ടു. ക്രിസ്തുവിനോടൊപ്പം താനും ഒരു പുതിയ സൃഷ്ടിയായി ഉയർത്തപ്പെടും എന്ന് കള്ളൻ വിശ്വസിച്ചിട്ടുണ്ടാകണം. മർക്കോസ് 10:36-38 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാൻ, ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാൻ
നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. ഇവിടെ സെബദി പുത്രന്മാരോട് യേശു പറയുന്ന പാനപാത്രവും സ്നാനവും യേശു അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയെയും ക്രൂശ് മരണത്തെയും കാണിക്കുന്നു. ഈ സ്നാനത്തെക്കുറിച്ച് യേശു മുന്നമേ പറഞ്ഞത് വായിക്കാം. ലൂക്കോസ് 12:50. എങ്കിലും എനിക്ക് ഒരു സ്നാനം ഏൽപ്പാൻ ഉണ്ട്. ഈ സ്നാനം യേശുവിന്റെ മരണത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു സെബദി പുത്രന്മാരോട് പറഞ്ഞ പോലെ കഷ്ടതയുടെ പാനപാത്രം കള്ളൻ യേശുവിനോടൊപ്പം പങ്കിട്ടു. മരണമെന്ന സ്നാനത്തിൽ പങ്കാളിയാകുവാനും കള്ളന് ഭാഗ്യം ലഭിച്ചു. അങ്ങനെ നാം ആദ്യം പരിശോധിച്ച പോലെ ദൈവം ചിലപ്പോൾ ചില വ്യക്തികളിൽ, ചില സാഹചര്യങ്ങളിൽ പൊതുവായ നിയമത്തിൽ നിന്ന് വ്യതിചലിച്ച് അവർക്ക് വേണ്ടി മാത്രം ചില നിയമങ്ങൾ ക്രമീകരിക്കുന്നതായി കാണാം. ഒരിക്കൽ മരിക്കണം എന്ന നിയമം ഹാനോക്കിന് ബാധകമായില്ല. ഒരിക്കൽ മരണം എന്നത് ലാസറിന് ബാധകമായില്ല. കാരണം ലാസർ 2 പ്രാവശ്യം മരിച്ചു. യേശുവിന്റെ 2ാം വരവിൽ അന്ന് ജീവിച്ചിരിക്കുന്ന വിശ്വാസികളുടെ തലമുറയും മരണം കാണാതെ എടുക്കപ്പെടും. അതേ നിയമമായിരുന്നു യേശു ഇവിടെയും മാനസാന്തരപ്പെട്ട കള്ളനെ രക്ഷിച്ച് പർദീസയിൽ കൊണ്ടുപോയത്. യേശുവിന്റെ വാക്കുകൾ ലൂക്കോസ് 23:43. യേശു അവനോട്, ഇന്നു നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും എന്നു ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. കാൽവരിയിലേക്ക് ഈ 2 കള്ളന്മാരും ഒന്നിച്ചു പോയിരിക്കാം. എന്നാൽ കാൽവരിയിൽ നിന്നുള്ള അവരുടെ യാത്ര വ്യത്യസ്തമായിരുന്നു. ഒരുവൻ യേശുവിനെ നിന്ദിച്ചപ്പോൾ മറ്റൊരുവൻ യേശുവിനെ രക്ഷകനും രാജാവുമായി അംഗീകരിച്ച് പർദീസയിൽ പോയി. ക്രിസ്തുവിന്റെ ജീവാർപ്പണത്തിന്റെ ആദ്യ ഫലമാകാൻ ആ കള്ളന് സാധിച്ചു. ഈ കള്ളൻ നമുക്ക് മാതൃകയാകട്ടെ.